ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്വിഫ്റ്റാണ്. ഞാനിപ്പോൾ വാഹനം ചെറുതായിട്ട് ഒന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് പോയിരുന്നുണ്ടെങ്കിൽ 2017 ഇതിൻ്റെ മോഡൽ വന്നിരിക്കണം. 17 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സ്വിഫ്റ്റിൻ്റെ ആ ഒരു ടൈപ്പ് 2 ഒക്കെ വന്നിട്ട് അത് വിട പറയുന്ന വർഷങ്ങളാണ് 2017. അതിന് ശേഷമാണ് 2018 വന്നേക്കണം. 18 ന്യൂ ഷേപ്പ് വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഈ വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ കിലോമീറ്ററൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഓട്ടവും കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ അത്രയും ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. അതുകൂടാതെ നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ വീഡിയോയുടെ ഓപ്ഷൻ വന്നേക്കണം. വീഡിയോ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഡീസൽ ഓപ്ഷൻ വന്നേക്കണം. വാഹനം പവറും പെർഫോമൻസൊക്കെ തരുന്ന ഒരു വാഹനമാണ്, പിന്നെ മൈലേജും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം നമ്മളിന്ന് പരിചയപ്പെടാം. ഇന്റീരിയർ എക്സ്റ്റീരിയർ എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ എല്ലാവരും കണ്ടേക്കണം. കാരണം എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കും. ഇതിൻ്റെ ഓഡോമീറ്ററിൽ മൈലേജ് ഇപ്പോൾ കാണിക്കുന്നത് 17.8 കാണിക്കുന്നത് കേട്ടോ. മൈലേജ് കാണിക്കുന്നത് ടൗൺ ഓട്ടമാണത്. അത് ഹൈവേയിലേക്ക് വരുമ്പോൾ 20-21 സുഖമായിട്ട് കയറുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോലാണ് ജനപ്രിയ വാഹനമായിട്ടുള്ള സ്വിഫ്റ്റാണ്. അപ്പോൾ സ്വിഫ്റ്റ് ഇപ്പോൾ കിട്ടാൻ നല്ല പാടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഡിമാൻഡുള്ള വാഹനമാണ്. റേറ്റൊക്കെ കുറച്ച് കൂടുതൽ ചോദിക്കുന്ന ടൈമാണ്. കാരണം സ്വിഫ്റ്റിന് അതിനുള്ള ഡിമാൻഡും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുമ്പോൾ 2017 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 17 മോഡൽ VDIയിൽ വന്നേക്കണം. ഡീസൽ വാഹനമായതുകൊണ്ട് തന്നെ നല്ല മൈലേജും പവറും കാര്യങ്ങളൊക്കെ തരുന്ന വാഹനമാണ് ഈ ഒരു സ്വിഫ്റ്റ്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ ഇനി എടുത്തു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സിംഗിൾ ഓണറല്ല, സെക്കൻഡ് ഓണർ വന്ന വാഹനമാണ്. DDIS ടെക്നോളജി വന്ന വാഹനമാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് എൻ്റെ പറയാം. അതിനൊക്കെ മുമ്പേ വാഹനം എന്താണ് അവസ്ഥ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ 360 ഡിഗ്രി വ്യൂ. നമുക്കിനി പയ്യെ വാഹനത്തിൻ്റെ ഓരോ പാർട്സിലേക്ക് പോയേക്കാം. വീലാർസിലേക്ക് കടക്കാം. വീലാർസ് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടിരിക്കുന്ന വീലാർസും കൂടെ കാണാം. നല്ല ഗ്രിപ്പ് നമുക്ക് ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സോ കാര്യങ്ങളും വരുന്നില്ല. നോർമൽ വീൽ കപ്പും കാര്യങ്ങളും വന്നേക്കണേ. ഇനി ബോണറ്റ് നോക്കാം. ബോണറ്റ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ബോണറ്റാണ്. ഇവിടെ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം. ഹെഡ് ലാംപ്സിലേക്ക് വരികയാണെങ്കിൽ ഹെഡ് ലാംപ്സ് ഇവിടെ വളരെ നീറ്റായിട്ടിരിക്കുന്ന ഹെഡ് ലാംപ്സാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്രില്ലൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. അത് ലോവർ ലിപ്പൊക്കെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഹെഡ് ലാംപ്സ് നോക്കാം. ഇവിടുന്ന് നീറ്റായിട്ട് ഇരിക്കുന്നു. ഹെഡ് ലാംപ്സ് ഫോഗ് ലാംപ്സ് താഴെ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ബാക്കി ഭാഗത്തൊക്കെ ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ വന്നേക്കണേ. നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ 2 ഡോറും നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടിങ്ങനെ 2 ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്രാച്ചോ കാര്യങ്ങളോ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, 2 ഗ്ലാസും ഓക്കെയാണ്. മുകളിൽ റൂഫ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഭംഗി സ്വിഫ്റ്റിന് കാണാനുണ്ട്. ഇവിടെ നമുക്ക് വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് നീറ്റായിട്ട് ഇങ്ങനെ വീലാർസ് നമുക്ക് കൂടെ കാണാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് കിട്ടുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. നമുക്ക് ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വിൻഷീൽഡ് നോക്കുകയാണെങ്കിൽ നീറ്റാണ്. പൊടിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാറ്റി ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. ഇവിടെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. സുസ്കിയുടെ ബാഡ്ജിങ്, VDIയുടെ ബാഡ്ജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നീറ്റായിരിക്കുന്ന ബമ്പേഴ്സാണത്. ഇവിടെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ലൈറ്റ് ആയാലും നീറ്റായിരിക്കുന്ന ലൈറ്റ് നമുക്കിവിടെ കാണാം. ടയറിലേക്ക് വരുമ്പോൾ നല്ല ഗ്രിപ്പും ടയേഴ്സ് നമുക്കിവിടെ കാണാം. അതുകൂടാതെ തന്നെ വീലാർച്ച് നോക്കാം. വീലാർച്ച് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വീലാർച്ച് ഇവിടെ കിട്ടുന്നുണ്ട്. 2 ഡോറും ഇവിടെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഫിലിം ചെറുതായിട്ട് ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിലേക്ക് കടക്കാം. 4 പവർ വിൻഡോസും ORVM കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നല്ല കുഷ്യൻ തരുന്ന സീറ്റ് കവേഴ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഡാഷ്ബോർഡ് നോക്കാം. നീറ്റായും ഡാഷ്ബോർഡ്. ഇവിടെ നമുക്ക് മിഡിലിൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ബാഗിൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് കിലോമീറ്റേഴ്സ് എത്രയും നോക്കാം. 80,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലോവർ പാർട്ടിലേക്ക് വരുമ്പോൾ ഇത് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ നോക്കും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ പ്ലാറ്റ്ഫോം നോക്കാം. നല്ല മാറ്റൊക്കെ ഇട്ട് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം, നീറ്റായിട്ടിരിക്കുന്നു. സീറ്റ് കവേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സാണ് വന്നിട്ടുള്ളത്. അതുപോലെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഇവിടെയും നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. റൂഫ് നോക്കാം. റൂഫ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് നടക്കാം. ഡോർന്ന് ഓപ്പൺ ചെയ്യണം. ഇവിടെയും നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ് നോക്കാം. സീറ്റ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലെഗ് റൂം കുഴപ്പമില്ലാത്ത ലെഗ് റൂമുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ക്വാളിറ്റി നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പയ്യെ ഇതിൻ്റെ ലിഡ് അപ്പ് ചെയ്യാം. അതേപോലെ ബൂട്ടും കാര്യങ്ങളും നോക്കിയേക്കാം. ഞാൻ ജസ്റ്റ് ലിഡൊന്ന് അപ്പ് ചെയ്യണം വാഹനത്തിൻ്റെ.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. ഡീസൽ എഞ്ചിനാണ് വന്നേക്കണേ, DDS ടെക്നോളജി വന്ന എഞ്ചിൻ ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ. ഞാൻ ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, വളരെ നീറ്റായിട്ട് ഈ എഞ്ചിൻ ഭാഗം. അതേപോലെ തന്നെ ഇവിടെ പേസ്റ്റിംഗ് കാര്യങ്ങൾ നോക്കാം. പേസ്റ്റിങ്ങും നീറ്റായിട്ടിരിക്കണം, പേസ്റ്റിങ്ങും കൂടെ കാണാം. ഓക്കെ, ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ്, അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ ഇതിൻ്റെ ലിഡും കൂടി നോക്കിക്കുക. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ച് ഉണ്ടെങ്കിൽ അത് നോക്കാം. കണ്ടോ, നീറ്റായിരിക്കുന്ന ലിഡ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എൻജിൻ ഭാഗത്ത് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിതിൻ്റെ ബൂട്ടിലേക്ക് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ബൂട്ട് സ്പേസ്. നീറ്റായിരിക്കുന്ന ബൂട്ടാണിത്, കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. ഇവിടെ പാസൽട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടയർ കണ്ടീഷൻ നോക്കാം. ഗ്രിപ്പ് കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ സർവീസ് ടയേഴ്സിൻ്റെ ആ ഒരു റൂം നോക്കാം, നീറ്റായിട്ട് നിൽക്കും. ലിഡും കൂടി ഒന്ന് കാണിച്ചു നോക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ച് ഉണ്ടെങ്കിൽ അത് നോക്കാം. ക്യാമറ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ടോപ്പ് ലിഡ് കൂടി നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു സ്വിഫ്റ്റിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്വിഫ്റ്റിൻ്റെ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. എഞ്ചിൻ ഭാഗം ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീസൽ ഓപ്ഷനിൽ വന്നിട്ട് DDIS ടെക്നോളജി വന്നിട്ടുള്ള വാഹനമാണ്. പിന്നെ ഈ മോഡൽ സ്വിഫ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2014 മോഡൽ 17 വരെ ഇറങ്ങിയേക്കുന്ന സ്വിഫ്റ്റുകൾക്ക് നല്ല ഡിമാൻഡാണ്. നമുക്ക് ബോഡി ക്വാളിറ്റി ആയാലും അതിൻ്റെ എഞ്ചിനായാലും അല്ലെങ്കിൽ ട്യൂണിങ്ങിന് മുമ്പുള്ളതായാലും പിന്നെ നമുക്ക് റൈഡിങ് കംഫർട്ടൊക്കെ തരുന്ന ഈ സ്വിഫ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാനൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട, ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഏതൊരു വാഹനം നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെങ്കിൽ നമ്മുടെ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. 7012665208 ആണ് എൻ്റെ നമ്പർ. ഈ ഒരു സ്വിഫ്റ്റിൻ്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5.25 ലക്ഷം രൂപയാണ്. 5.75 lakhs ആണ്. നെഗോഷ്യബിൾ ആയിരിക്കും. ലോൺ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. എന്നെ വിളിക്കാം 7 നമ്പറിൽ, അല്ലെങ്കിൽ ഷോറൂം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അതിനകത്തേക്ക് വിളിച്ചേക്കാം. അപ്പോൾ ഒട്ടനവധി വാഹനങ്ങൾ അതിനെപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.